എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ അണ്ണാ? കണ്ണൻ സ്വാഗതം ഒന്നും പറയാനുള്ള മൂഡിലല്ല. കണ്ണന്റെ പഴയൊരു ഫോട്ടോ തപ്പി തപ്പി നടക്കായിരുന്നു അല്ലേ അണ്ണാ? ഞങ്ങളിപ്പോ ആദ്യമൊക്കെ കാണാനായിട്ട് ഭംഗി ഉണ്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കായിരുന്നു. എത്ര വർഷം മുന്നേ? ആറ് വർഷം മുന്നത്തെ കണ്ണനെ കാണിച്ചു തരാട്ടാ. കണ്ണനാ 4 വയസ്സോ? കണ്ണനപ്പോ അല്ല 5 വയസ്സ്. 5 വയസ്സായില്ല, 4 വയസ്സ് മുന്നത്തെ കണ്ണന്. അപ്പൊ ഒന്ന് ഫ്രണ്ട് കാണിച്ചു കൊടുത്തെന്ന്. കണ്ണന്റെ മാമന്റെയും ആന്റിയുടെയും എൻഗേജ്മെന്റിന്റെ ആൽബം കേട്ടോ. എൻഗേജ്മെന്റിന്റെ ആൽബം എവിടെയുള്ളൂ, കല്യാണത്തിന്റെ അവിടെ ആൽബം അവിടെയാന്ന് തോന്നുന്നല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചേ കല്യാണി ഒന്നും കണ്ടില്ല, കാരണം കല്യാണി ഇല്ലല്ലോ ഒന്ന്. കല്യാണിനെ കൊണ്ടുപോയില്ലേ ഒരു കല്യാണത്തിന്? ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിട്ട്. കല്യാണിനെ കൊണ്ടുപോയില്ല അല്ലേ? അന്നമ്മ കല്യാണിനെ കൊണ്ടുപോഞ്ഞ്. കണ്ണന്റെ കല്യാണിനെ കൊണ്ടുപോഞ്ഞ എൻഗേജ്മെന്റിന്? കുറുമ്പുകാരനെ സോക്സ്. അപ്പൊ ഞങ്ങള് കരുതിയേ കൊറേ നാളായില്ലേ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട്, അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാന്ന് കരുതി. ആദ്യത്തെ ഒന്നും ഞങ്ങൾക്ക് കാണണ്ട, ചെക്കനും വേണ്ടവരെ കൊറേ കണ്ടിട്ടുള്ളത്, കാണാത്ത ആളുകളൊക്കെ കണ്ടിട്ടല്ലേ. അതിലേ കണ്ണന്റെ അച്ഛനെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് ഏതാടത്? ഇതാരത്? ചേട്ടൻ തലേ ദിവസം പോയിട്ടൊന്ന് മീശയും താടിയൊക്കെ ഒന്ന് മിനുക്കിയതാ. ആകെ കയ്യിൽ നിന്ന് പോയി ക്ലീൻ ഷേവ് വേണ്ടി വന്നു. അപ്പൊ ആകെ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ പോലെയാണ് ഇതിലിരിക്കുന്നത്. എല്ലാവരും ചേട്ടനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഞാൻ എടുത്ത് കാണിച്ചുകൊണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഫുൾ ആൽബം ഞാൻ കാണിച്ചു തരാട്ടാ. കണ്ണൻകുട്ടി ഉണ്ടപ്പനാലേന്ന് മാമൻ ചുള്ളൻ. എനിക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ കണ്ണന് ഫുഡ് കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ നോക്കുമ്പോഴേ സൈത്തൂന്റെ ഒരു ചായ അമ്മ കണ്ണന്, സൈത്തൂന്റെ ഒരു ചായ. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണന് മാമന്റെ ചായയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ ആൽബത്തില് ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ. പ്രഭുവല്ലിമ മാത്രല്ലേ ഇതിലുള്ളത് മരിച്ചത്. ഇത് നാളെ വന്നില്ലേ ഒരു മാമൻ? നാളെ വന്നില്ലേ ആ മാമൻ? മോൻ അറിയാത്തവരൊക്കെ ചോദിക്കാം, അമ്മ പറഞ്ഞു തരാം. വാ, ആരൊക്കെ അറിയാത്തത്? അത് നീതു ആന്റി, ടിൻഡു മാമന്റെ. പിന്നെ ഏതാ മാമ? പ്രഭു മാമ. പിന്നെ അമ്മ ഇവിടെ നോക്കിയാക്കിയേ. എനിക്ക് അത്യാവശ്യം മുടിയുണ്ടല്ലോ അമ്മന്ന്. നല്ലോണം മുടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടല്ല, കൊഴിഞ്ഞു പോയിട്ട്. ഇല്ല കൊഴിഞ്ഞു പോയതാ. അതൊരു ചേച്ചിയാ. അതിപ്പോ എന്തെന്നാ പറയേ, അമ്മയുടെ ഒരു ചേച്ചിയുടെ മോള്, മോനൊരു വല്യമ്മയുടെ മോളല്ലേ. അപ്പൊ എൻഗേജ്മെന്റിന്റെ ആൽബത്തിൽ അധികം കുറെ ഫോട്ടോസ് ഒന്നുമില്ല, ഒക്കെ കൂടുതലും കല്യാണത്തിന്റെ എല്ലാം ഉള്ളത്. അപ്പൊ കല്യാണത്തിന്റെ കാണിച്ചു തരാനായിട്ട് ഇപ്പൊ ഇവിടെ ഇല്ല, അത് അവിടെയാണ് ഇരിക്കുന്നത്. ഓമന വല്യമ്മ മരിച്ചിട്ടുണ്ട്. കണ്ണൻ കളിയാക്കണ്. കണ്ണൻ എന്തായാലും ചുള്ളനാ കേട്ടാ. അല്ല കണ്ണൻ എന്തായാലും ചുള്ളനാ. അന്യൊന്നും ഒരു ഭംഗിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഭംഗി ഉണ്ടായിട്ടൊന്നല്ല. ഓമന വല്യമ്മ അല്ലെ, ഇപ്പോഴും ഭംഗി ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും അതിൽ ഇപ്പൊ ഇത്തിരിയെങ്കിലും ഒരു കോല ഉണ്ടെന്ന് തോന്നുന്നു. ആ മാമ അതിന്റെ ഇപ്പുറത്തേക്കണ മാമ, ആന്റി മാമ. മാമനും മാമി നിക്കണണ്ട. ആന്റി മോന് കാണിച്ചു തരാം, കണ്ണന് കാണിച്ചു കൊടുക്കാനമ്മ. കണ്ണൻ അന്നൊക്കെ നല്ല ഉണ്ടപ്പനായിരുന്നു. 4 വയസ്സ് വരെ, 4 വയസ്സിന്റെ ഫോട്ടോ ഇടാ. 4 വയസ്സ് 5 വയസ്സായപ്പോഴേക്കാണല്ലേ ഇത്തിരി ഭയങ്കര ക്ഷീണായ കണ്ണന്. ഉണ്ടപ്പനായിരുന്നു അല്ലേ കണ്ണാ? നല്ല ഉണ്ടപ്പനായിരുന്നു. ഇനി ഞങ്ങൾ ഉണ്ടപ്പന. ഇന്ന് കണ്ണന്റെ മുടിയൊക്കെ വെട്ടിയിട്ട കണ്ണൻ ചുള്ളനായില്ല എന്നൊക്കെ.
ക്യാമറയിലേക്ക് നോക്കി ചുള്ളനായോ ഇതല്ല ക്യാമറ, ഇത് കല്യാണിയാ. അങ്ങോട്ട് നോക്കി ക്യാമറയിലേക്ക് നോക്കിയേ. അമ്മാമ്മയ്ക്ക് നാണായിട്ട് അമ്മാമ്മ അവിടെ പോയിരിക്കുന്നത്. കണ്ണന് ഒരു നാണമില്ലേ ക്യാമറയുടെ മുന്നിലേക്ക്. അമ്മയും മോനൊക്കെ നാണം മാനൊന്നും ഇല്ലാണ്ടെങ്കിൽ ഇരുന്ന് വീഡിയോ എടുക്കല്ലേ. എന്നാ ആര് നോക്കണം? അമ്മാമ്മനെ നോക്കണ? വേണ്ട അങ്ങോട്ട് നോക്കണ്ട. കണ്ണന്റെ കുഞ്ഞിയിലത്തെ 1 വയസ്സിലത്തെ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നെ. നമുക്ക് 1 വയസ്സിലത്തെ ഫോട്ടോ ഏതാ? 1 വയസ്സിലത്തെ ഇതാണ് 1 വയസ്സിലത്തെ ഫോട്ടോ. 2 അവിടെയാ. 2 കസേരയിലിരിക്കുന്നത് അത് 2, 3 ഇത്, 4 അത്, 5 ഇത്, 6 തൊട്ടൊക്കെ പിന്നെ ഒക്കെ അവിടെയാന്ന് തോന്നുന്നു. പിന്നെ 6, 7, 8, 9, 10 ഒക്കെ അവിടെ ഇരിക്കുന്നത്. 10ന്റെ എടുത്തില്ലേടാ ഫോട്ടോ? 10ന്റെ അമ്മ ഫ്രെയിം ചെയ്തില്ല. തല്ലു അമ്മനെ. ഈ വീട് മുഴുവൻ കണ്ണന്റെ ഫോട്ടോയാ. അയ്യോ, സിനിമ തിയേറ്റർ പോലെയാ കണ്ണന്റെ സിനിമ റിലീസ്. ഫുൾ കണ്ണന്റെ ഫോട്ടോസ്. എന്തിനാ ബലം പിടിക്കുന്നേ? കണ്ട അവൻ തന്നിരിക്കുന്നേണ്ടാ. പോയി കണ്ട അവന്റെ സൂത്രങ്ങൾ കണ്ടക്കല്ലോ. ഒക്കെ അവന്റെ സൂത്രങ്ങൾ. അവൻ തന്നിരിക്കാൻ അറിയാണ്ടൊന്നുമല്ല. ഒക്കെ അവന്റെ സൂത്രങ്ങള് അല്ലേ പിന്നെ. അമ്മാമ്മയ്ക്ക് സീരിയൽ വെക്കേണ്ട സമയം 6:30 വൈകിട്ടാണ് കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കുന്നത്. കണ്ണ നീ ഇവിടെ ഇരുന്നിട്ട് സീരിയൽ കണ്ടോട്ടാ. ഞാൻ ഇവിടെ ഇരുത്തി തരാം. ഇരുന്നിട്ട് സീരിയൽ ഉണ്ട്. കുറച്ചു നേരക്കാലം ഇങ്ങനെ ഇരിക്കൂട്ടാ. വലിയ സപ്പോർട്ടുകളൊന്നും ഇല്ലാണ്ട്. പിന്നെ ജാനി കണ്ടിട്ടുണ്ടാവും. അവിടെ ഇരുന്നോട്ടാ. സീരിയല് കാണണ്ടേ? സീരിയല് കാണാം നമുക്ക്. കണ്ണൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കണ്ണനും അമ്മയും ഒക്കെ സീരിയൽ അഡിക്റ്റഡ് ആണ് കേട്ടാ. അല്ല കണ്ണ, മഞ്ഞുരുകുംകാലം എന്തായി? കഥാനായിക എന്തായി? പിന്നെ ഏതാ സീരിയലിന്റെ പേരുകള്? മണിമുത്ത് ഞാൻ കാണാറില്ല അല്ലേ. കണ്ണന് നോക്കിയിരിക്കും ഇങ്ങനെ സീരിയലുകളൊക്കെ. ഇരിക്കല്ലേ കണ്ണ? അവിടെ ഇരുന്ന് സീരിയല് കണ്ടോട്ടാ. കണ്ണപ്പിയേ അവിടെ ഇരുന്ന് സീരിയല് കണ്ടോ? അവളെ നോക്കണ്ട, അവളിങ്ങനെ ഓടിക്കൊണ്ട് നടക്കും അല്ലേ കണ്ണാ. ഈ നേരത്തെ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാ. അമ്മ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ സീരിയൽ. അമ്മയ്ക്ക് വേറെ നേരം പോക്കൊന്നും ഇല്ലല്ലോ. സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനും അതായിട്ട് ഇപ്പൊ സീരിയല് കാണലൊക്കെയാ. അത് പക്ഷെ നമുക്ക് ഡെയിലി നാളെ എന്താവും എന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടാ. അത് എനിക്ക് തോന്നുന്നു വെറുതെ അല്ല പെണ്ണുങ്ങളെല്ലാവർക്കും സീരിയൽ. എനിക്കിപ്പോ 2 ദിവസം കണ്ടപ്പോഴേക്കും നാളെ അതിലെന്തിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അമ്മ കണ്ടായിരിക്കുന്നൊക്കെയാമേ? ഇല്ല എന്റെ മോന്റെ പല്ലൊന്നും കൊള്ളില്ല. എന്റെ മോൻ സുന്ദരന്. തല അങ്ങോട്ട് പോവല്ലടാ തല നേരെ ഇരിക്കടാ. അപ്പൊ എനിക്ക് എന്തോ നമ്മ വീട്ടിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന അത്രയ്ക്കൊരു ഇത് ഇവിടെ വെച്ചിട്ട് എടുക്കാനായിട്ട് മൊത്തത്തില് എനിക്ക് ഇവിടെ വെച്ച് നമ്മ അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ള ഒരു ഇതൊക്കെ കുറവാണല്ലോ. അത് ചില സമയത്തൊക്കെ കുറേ കട്ട് ചെയ്ത് ആരും പാടില്ല വീഡിയോ എടുക്കുമ്പോ. തന്നെ ആയിരിക്കണം. അപ്പൊ എനിക്ക് കുറേയും കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ കല്യാണി കുട്ടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അവൾക്ക് ഭയങ്കര ആവശ്യങ്ങളായിരിക്കും. അമ്മ എനിക്ക് അത് വേണം, അത് വേണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കണ്ണൻ ഭയങ്കര സഹകരണമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പോ ഇടഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടെ ആളോക്കെ പെർഫെക്റ്റ് ആയി അല്ലേ മാമേ? അല്ലുവാ അവള് ബാത്റൂമിൽ പോയി. ഈ പെണ്ണ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അല്ലേ. കണ്ണൻ കണ്ട സുന്ദരനായിട്ട്. ഇപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ ഇവിടെ ഇറയത്തൊക്കെ ചെന്നിരിക്കുമ്പോഴേ ഈ ഷെയർ ഇങ്ങോട്ടേക്ക് പിടിച്ചിട്ടിട്ട് അതൊന്നും ഇങ്ങനെ ഇരുത്തും. ആദ്യമൊക്കെ അവന് സപ്പോർട്ട് വേണമായിരുന്നു കേട്ടോ. പില്ലോ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവന് ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും വേണ്ട. പക്ഷെ നമ്മളുടെ ഒരു കണ്ണ് അവനിലുണ്ടായിരിക്കണം. മൂക്ക് കുത്തി പോവില്ല, പക്ഷെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയും ആള്. ഇങ്ങോട്ട് ചെരിയില്ല ആളാ. അങ്ങോട്ടാ ഇടതുപക്ഷക്കാരനാ. അങ്ങോട്ടേക്ക് പോവാ അല്ലേ അണ്ണാ. TV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. ആള് ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ ആൾ അതിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരുന്നോളും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുറുമ്പുകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് പെടച്ചിലായി, ആകെ ബലംപെടുത്തായി, പിന്നെ ആളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ശരിയും ആകെ അയ്യോ ടിവിക്ക് എന്ത് പറ്റി കണ്ട? ടിവിക്ക് എന്ത് പറ്റി? സിഗ്നൽ വന്ന് നിൽക്കായിരുന്നു മഴ വന്നിട്ട്. അപ്പൊ അമ്മ TV വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കില്ല പോയി
കണ്ണാത് ടിവിയില് സിഗ്നൽ വന്നതാ, മഴയില്ലേ? കണ്ണന് ഇതൊക്കെ സൗണ്ട് കേക്കല്ലേ? കണ്ണന് ചിരി വന്നിട്ട് പാടില്ല. എന്തിട്ട് ഇവിടെ നടക്കണേ? കണ്ണൻ എന്തിട്ട് നടക്കണേ ഇവിടെ? വണ്ടി അങ്ങോട്ട് പോ, വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോ. അപ്പൊ നമുക്ക് നിർത്താ, വീഡിയോ നിർത്താ. അപ്പൊ മോൻ വിശേഷങ്ങൾ പറയ്, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയ്. സ്കൂൾ തുറക്കാറായില്ലേ? അതിന്റെ വിശേഷങ്ങളൊക്കെ പറയ്. മടിയുണ്ടാ പോവാൻ? തുമ്പൂർക്ക് പോണ്ടേ നമുക്ക്? എന്നാ പോണ്? നമ്മ കാലത്ത് പറഞ്ഞൊന്നുമില്ല എന്നാ പോണേന്ന്. ഞായറാഴ്ച പോവും. എന്നിട്ട് വേണം ബുക്കൊക്കെ വാങ്ങാനല്ലേ? നോട്ട് ബുക്കൊക്കെ വാങ്ങണ്ടേ നമുക്ക് പോയിട്ട്? അമ്മയും മോനും കൂടി പോവാ? എല്ലാരും കൂടെ പോയിട്ട് വാങ്ങാം. കണ്ണൻ എന്തിട്ടേക്ക് വാങ്ങണ്ടേ സ്കൂൾ തുറക്കണേന്ന്? ഓ ചാനിക്കും മേടിക്കാം. കണ്ണൻ എന്തിട്ടേക്ക് വാങ്ങണ്ടേ? അറിയാലേ? സത്യാവസ്ഥകളൊക്കെ പറയുന്നുണ്ട്, അറിയാലേ? പിന്നെ അമ്മ അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ സിഗ്നലാണല്ലേ? ഇപ്പൊ എന്നിട്ട് ചെയ്യാ കാണാൻ? ശരി, വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ടാറ്റ, ബൈ ബൈ, ചെയ്യൂ. ടാറ്റ കൊടുത്തല്ലോ. ടാറ്റ കൊടുക്ക് വീഡിയോയിലേക്ക്. കണ്ണൻകുട്ടി.